ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് നല്ല മഴയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് ബീച്ച് ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയ്ക്ക് കുറച്ച് ശക്തി കൂടുതലാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നല്ല മഴയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല ചെടിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഡൈഫൻ ബാഞ്ചിയെ കാണിച്ചു തരാം. ഇത് ആന്തൂറിയം ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന ഒരു ചെടീന് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. കുറച്ച് എക്സ്പെൻസീവുമാണ് ഇത്. ഈ ഒരു പ്ലാന്റ് കണ്ട, ഇതിൻ്റെ ഇലക്കിന് ഭംഗി കാണാനായിട്ട്. നല്ല വലിപ്പമുള്ള ഇലകൾ, ആന്തൂറിയത്തിന് വരുന്ന പോലെ ചെറിയൊരു പൂവ് ഇതിൽ വരും കണ്ട. അപ്പോൾ ഇതൊക്കെ എൻ്റെ കാർ പോർച്ചിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതും അടുത്തൊരു ഓർണമെൻ്റൽ പ്ലാന്റ് തന്നെയാണ്. നമ്മുടെ കലാടിയത്തിൽ വരുന്ന ഒരു പ്ലാന്റാണിത്. ഇതും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് കേട്ടോ. കലാടിയത്തിൻ്റെ വെറൈറ്റിയിൽ വരുന്ന ഒരു പ്ലാന്റാണിത്. ആനച്ചെവിയൻ, ചേമ്പ്, അങ്ങനെ ഓരോന്നും പറയും ഓരോ സ്ഥലത്തും. നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടീന് ഇതും. പിന്നെ ഇതാണ് എൻ്റെ ഡൈഫൻ ബാഞ്ചി ഇരിക്കുന്നത് കാർ പോർച്ചിൽ കണ്ട. നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. പില്ലറിൻ്റെ ഏകദേശം 3/4 ഭാഗം ഹൈറ്റായിട്ടുണ്ട് ഈ ഡൈഫൻ ബാഞ്ചിയൊക്കെ. ഈ ഒരു ചെടിയുടെ ദോഷം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുള്ളിടത്തൊന്നും ഈ ഒരു ചെടി നമുക്ക് വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ചെറിയൊരു തുമ്പ് നുള്ളി കുട്ടികൾ വായിൽ കടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോയ്സണായിട്ടുള്ളൊരു ചെടീനിത്. ഞാൻ പിന്നെ ഇവിടെ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ചെറിയ കുട്ടികളൊന്നും ആരും ഇല്ല. ഇത് കടിച്ച് പറിക്കേണ്ട ഇതൊന്നുമില്ല, ചെറിയ നായ്ക്കുട്ടികളോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡൈഫൻ ബാഞ്ചിയെ ഇപ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ വെച്ചുകൊടുത്തിരിക്കുന്നത്. ഇതെനിക്ക് കളയാൻ തീരെ ഇഷ്ടമില്ല. വിഷച്ചെടി എന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഇതിൻ്റെ ഭംഗി കാരണം ഞാൻ ഇത് കളയാണ്ട് വെച്ചിരിക്കുന്നു. ഇവിടെ വരുന്നവരൊക്കെ ഇത് കാണുമ്പോൾ എല്ലാവരും എന്തൊരു ഭംഗി എന്ന് പറയും. ഇതിൻ്റെ ഭംഗി കണ്ടിട്ടേ നല്ല ഭംഗിന്. ഇതിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് പറമ്പിലൊക്കെ കാട്ടിലൊക്കെ മുളച്ച് നിൽക്കും. അപ്പോൾ ഇത് പശുവൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പോയ്സനാണ്. പശുവൊക്കെ ചിലപ്പോൾ ചാവും. അത്രയ്ക്ക് പോയ്സണുള്ള ഒരു വിഷച്ചെടീനിത് ഡൈഫൻ ബാഞ്ചിയ. എൻ്റെ പേര് ഡൈഫൻ ബാഞ്ചിയാന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഭംഗി കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് തൈകൾ ഈ ഒരു ചട്ടിയിൽ വന്നിട്ടുണ്ട് കണ്ടാ. ഇതിൻ്റെ അടുത്തൊരു ഡൈഫൻ ബാഞ്ചിന് ഇതിൻ്റെ ഇലയ്ക്ക് നല്ല പ്രത്യേകതയുണ്ട്. ഓ ഭയങ്കര മഴ കേട്ടാ, ഭയങ്കര ശബ്ദം മഴ വരാം. അതുകൊണ്ടാണ് കാർ പോർച്ചിലുള്ള വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നത്. നോക്കിയേ, ഇതിൻ്റെ ഇല നല്ല ഭംഗിന് പ്ലാസ്റ്റിക് ഇല പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഇല. ഇത് നമ്മൾ ഇപ്പം മഴ കാരണമാണ് നമ്മളൊന്നിങ്ങനെ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മെഴുക് പോലെ ഇരിക്കും ഇതിൻ്റെ ഇലകൾ. നല്ല ഭംഗിന് കാണാം. ഇതിൻ്റെ കട്ടി കണ്ട ഇലര പ്ലാസ്റ്റിക് ഇല പോലെ. ഇൻഡോറൊക്കെ ആയി വെക്കാൻ നല്ലതാണ് ഇത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഇത്, ഇൻഡോറായിട്ട് വെക്കാനായിട്ട്. ഇതിനധികം തൈകളൊന്നും വരില്ല. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വേറെ ഇനി കണ്ട. ഒറ്റ കടയിൽ നിന്ന് ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെ. തൈകൾ വന്നിട്ട് ഇത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ് നമുക്ക്. ഈ ലൈൻ മൊത്തം ഞാൻ ഡൈഫൻ ബാഞ്ചിന് വെച്ചു കൊടുത്തിരിക്കുന്നത് കാർ പോർച്ചിൽ. ഇന്ന് മഴ കാരണം അപ്പോൾ എനിക്ക് ഒരു ഐഡിയ വന്നതാണ്. ഈ ഡൈഫൻ ബാഞ്ചിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ. കണ്ട, പില്ലറിൻ്റെ ഏകദേശം 3/4 ഭാഗം ഹൈറ്റായി ഈ പില്ലറിൻ്റെ ഡൈഫൻ ബാഞ്ചി. ഇത് നല്ല ഭംഗിന് ഇതിൻ്റെ ഇലകൾ കാണാനേ. അതുകൊണ്ട് ഞാൻ ഇത് തീരെ കളയാണ്ട് വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളൊക്കെ കണ്ണ് പോണത് ഇത് മെലിക്കുന്നു. അവരെല്ലാവരും പറയും എന്താ ഭംഗി ഇത് നിൽക്കണ് കാണാൻ ഈ വാഴ. അതുകൊണ്ട് തന്നെ ഞാനിത് കളയാണ്ട് വെച്ചിരിക്കുന്നു. ഒരേ ഇലയ്ക്കും വേറെ വേറെ ഡിസൈനാണ് ഇതിൻ്റെ. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലൊന്നും ഇത് വെക്കാൻ പറ്റില്ല. അവർക്ക് കയ്യെത്തുന്നിടത്ത് വെക്കാൻ പാടില്ല. അവർ അറിയാണ്ട് ഇത് പിച്ചിനുള്ളി വായിലിട്ടാൽ ബുദ്ധിമുട്ടാവും. ഭയങ്കര പോയ്സണുള്ളൊരു ചെടീന്, വിഷച്ചെടീനിത് കേട്ടോ. അപ്പോൾ കുട്ടികളില്ലാത്ത വീട്ടിലൊക്കെ ഇത് നമുക്ക് വെക്കുക ഭംഗിക്ക്. അറിവുള്ളവർ ഉണ്ടെങ്കിൽ വലിയ ആൾക്കാരുള്ള വീട്ടിലൊക്കെ നമുക്ക് ഇത് വെക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ആന്തോറിയം ക്രിസ്റ്റലിനത്തിൻ്റെ വേറൊരു പ്ലാന്റാണിത്.
ഒരെണ്ണം അപ്പുറത്തെ സൈഡിൽ പില്ലറിൻ്റെ അരികിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ. കണ്ടേ ഇതിൻ്റെ ലീഫിൻ്റെ വലിപ്പം നോക്ക് എത്രയെന്ന്. ഇതുമേൽ പൂവൊന്നും വരണ്ട, അല്ലാണ്ട് തന്നെ ഈ ചെടി നല്ല ഭംഗി. നഴ്സറിയിൽ പോയി നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ഈ ചെടിയുടെ വില അറിയാൻ പറ്റും. ഇതും ഡൈഫൻ ബാഞ്ചിയ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതേപോലെ ഇതും തൈകളൊന്നും വരില്ല. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വേറെയാണ്. ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യണ്ട കേട്ടോ, ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ. കണ്ട ഇതിൻ്റെ കടക്കിലൊന്നും ഒരു തൈകളും വന്നിട്ടില്ല. എല്ലാവരും വലിപ്പം കണ്ട. ഇത് തന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ല, പ്ലാസ്റ്റിക് പോലത്തെ അല്ല എന്ന് പറഞ്ഞേ, അതിൻ്റെ ഒരു ചെറിയ തൈ ഞാൻ ഈ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുള്ളതിന്. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയത് ഇതൊക്കെ കാർ പോർച്ചിലാണ് ഇരിക്കുന്നതേ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റിയത് വീഡിയോ. കണ്ട. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു ഐഡിയന് ഈ ഡൈഫൻ ബാഞ്ചിയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പൂക്കളെയും ചെടികളൊക്കെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് തരാം.